കെ.എസ്.ആർ.ടി.സി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതി സ്വകാര്യ ബസ് മേഖലയെ കനത്ത പ്രതിസന്ധിയിലാക്കും. സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യത്തോടെ കെ.എസ്.ആർ.ടി.സിയിൽ നടപ്പിലാക്കിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്വകാര്യ ബസ് മേഖലയുടെ നടുവൊടിക്കുന്നതായി റിപ്പോർട്ടുകൾ. പ്രിയദർശിനി പദ്ധതി തുടങ്ങി കൃത്യം ഒരു മാസം പിന്നിടുമ്പോൾ സ്വകാര്യ ബസ് മേഖലയിൽ 65 കോടി രൂപയുടെ വൻ വരുമാന നഷ്ടം സംഭവിച്ചതായാണ് ബസ് ഉടമകൾ കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നത്. പ്രതിസന്ധി അതിരൂക്ഷമായതോടെ സംസ്ഥാനത്തൊട്ടാകെ 500-ലധികം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നത്. വൻ ജനപ്രീതിയുള്ള പല റൂട്ടുകളിലും ഇന്ധനം അടിക്കാനുള്ള കളക്ഷൻ പോലും ലഭിക്കാത്ത അവസ്ഥയിലാണെന്ന് ഉടമകൾ പറയുന്നു. കെ.എസ്.ആർ.ടി.സി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമായതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഗതാഗത മന്ത്രി സി.പി. ജോണുമായി ബസ് ഉടമകൾ ചർച്ച നടത്തിയിരുന്നു. തങ്ങളുടെ സർവീസുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്നും അതിന്റെ ടിക്കറ്റ് തുക സർക്കാർ സബ്സിഡിയായി നൽകണമെന്നുമാണ് ഉടമകൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പം ഇന്ധന സബ്സിഡിയും നികുതി ഇളവും നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തലാക്കിക്കൊണ്ട് സൂചനാ പണിമുടക്ക് ഉൾപ്പെടെയുള്ള കടുത്ത സമരമുറകളിലേക്ക് മാറാനാണ് സ്വകാര്യ ബസ് ഉടമകളുടെ തീരുമാനം.